ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ചൂര മീനാണ് നമ്മൾ മേടിച്ചറുത്ത് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചൂര മീനാണേ. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന മീനാണ്. ഐസ് കട്ട കണക്കിരിക്കുകയാണ്. ഇങ്ങനെ മീൻ വെച്ചിരുന്ന ഫ്രഷ് മീൻ പോലെ ഇരിക്കും. അല്ലാതെ നമ്മൾ വെച്ചിരുന്ന ഒരു ഉണക്ക മീൻ കണക്ക് കൊള്ളി കണക്കിരിക്കും. ഇത് ഐസ് പോയി കിട്ടുമ്പം നല്ല ഫ്രഷ് മീനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിന്ന് ഈ മീൻ ഒരു തേങ്ങ അരച്ചൊരു പുളിങ്കറി. എല്ലാവരും ചോദിക്കും തേങ്ങ അരയ്ക്കുമ്പോൾ അതെങ്ങനെ പുളിങ്കറിയാവും. കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ പുളി വയ്ക്കാൻ ഒരുങ്ങുകയാണേ. മീൻ പുളി വയ്ക്കാനുള്ള ഒരു 10-15 ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, നമ്മൾ ചെറിയ ഉള്ളി എന്ന് പറയും. പിന്നെ വെളുത്തുള്ളി, അതുപോലെ 10-15 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. 2ആയിട്ട് പൊളന്ന് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. ഇത്ര ഒരു പിടി തേങ്ങ, നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം. ഒരു പിടി തേങ്ങ, ഇത്രയും തേങ്ങ കൊണ്ടേ. പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്, ചൂടായി. ഇനി എണ്ണ ഒഴിച്ചെടുക്കാം. ശകലം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. ചൂടായി. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇനി അടുത്തത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ചുമന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചുമന്ന ഉള്ളിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചെടുക്കണേ. എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ പൊടികളേക്കാളും മൂപ്പ് കൂടുതലുണ്ട് മഞ്ഞൾപ്പൊടിക്ക്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി. എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇടാണ്. ഇതുപോലത്തെ സ്പൂണാണ്, 3 സ്പൂൺ. മുളക് പൊടി 1 സ്പൂൺ മതി. ഇവിടെ തീരെ എരി കുറവ് മതി. എരി കുറച്ച് എടുക്കും. ഇത് കുരുമുളകാണ്. കുരുമുളക് ഇത്ര കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത് ചൂടാവട്ടെ. ഒന്ന് ചൂടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇതിലിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടാകണം. തേങ്ങ ചൂടാകാൻ വേണ്ടി ഇത്തിരി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഇവിടെ എരി കൂട്ടാത്തതുകൊണ്ട് പിന്നെ വെറും പുളിമുളകും വയ്ക്കാൻ പറ്റില്ല. പുളിമുളകും എനിക്കിഷ്ടമാണ്. പക്ഷേ ആപ്പാക്ക് തേങ്ങ അരച്ച് കറിയാണ് ആപ്പാക്ക് കൂടുതലും ഇഷ്ടം. എന്തൊരു എരിവ് ഒട്ടും അപ്പോൾ കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് തേങ്ങ അരച്ച് കുറച്ച് എരിവ് കുറച്ച് വെച്ച് കൊടുത്താൽ പിന്നെയും ഒരു നേരമെങ്കിലും ഒക്കെ കൂട്ടും. അത്രയേ ഉള്ളൂ. പിന്നെ തേങ്ങ ഒന്ന് തേങ്ങ ഒന്ന് ചൂടാവട്ടെ.
തേങ്ങ ഒരുപാട് മൂക്കിയൊന്നും വേണ്ട. തേങ്ങ ഒന്ന് ചൂടായി ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വന്നാൽ മതി. അപ്പോൾ ഈ മുളക് തേങ്ങ ഇടുമ്പോൾ മുളകിൻ്റെയൊക്കെ ചൂടൊന്ന് കുറയും. പക്ഷെ നല്ല രുചിയാണ് കേട്ടോ ഈ കറി. പഴകും തോറും നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാവരും വെച്ച് നോക്കണേ. വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച പുളിങ്കറി വെച്ചിട്ടുണ്ട്. നല്ല രുചിയാണ് ഈ കറി. ഒരു പ്രത്യേക രുചിയാണ്. എല്ലാ മീനും വയ്ക്കുക ഇതുപോലെ. ഇങ്ങനെ ഫ്ലെയിം ഓഫാക്കി ഇത് ഇവിടുന്ന് തണുക്കട്ടെ. അങ്ങനെ ഇറക്കി വെച്ച് ഇനി തണുത്തിട്ട് അരച്ചെടുക്കാം. തണുക്കട്ടെ, അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേ നമുക്ക് ഉലുവ വറുത്തെടുക്കാം. ഉലുവ പൊടിയില്ലായിരുന്നു, നമുക്ക് ഉലുവ വറുത്ത് പിടിക്കാം. ഉലുവ മൂത്ത് വരുന്നുണ്ട്. അവിടെ പൊട്ടി തുടങ്ങി. നല്ലപോലെ മണം വരുമ്പം നല്ലപോലെ കേൾക്കണം. ചുമന്ന് അങ്ങനെ ഉലുവ മൂത്തേ. ഉലുവ മൂക്കുന്നതനുസരിച്ച് ഇരിക്കും കറിയുടെ രുചി വരുന്നത്. ഉലുവ പച്ച കണക്കിരുന്ന കറിക്ക് രുചി വരില്ല. കരിഞ്ഞു പോയ ഒരു കയർപ്പ് ചവ വരും. അപ്പോൾ കറക്റ്റ് മൂപ്പ് എത്തുമ്പം കറിക്ക് നല്ല രുചിയാണ്. അങ്ങനെ നമ്മൾ അരപ്പ് വറുത്തെടുത്തതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അപ്പം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാ അപ്പം അരപ്പ് ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ലേ. നല്ലൊരു ഇളക്കി അരച്ചതിൻ്റെ അരപ്പ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പിണംപുളിയാണ് ഇടുന്നത്. പിണംപുളി വെള്ളത്തിയിട്ടുണ്ട്. പുളിയാണ്. ഇനി ഉലുവാപ്പൊടി, ഇപ്പോൾ പൊടിച്ചെടുത്ത ഉലുവാണ്. ഉലുവാപ്പൊടി, തക്കാളിയും പച്ചമുളകും, ഉപ്പും കൂടെ ഇട്ട് കുറച്ച് കരിവേപ്പില. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് അടച്ചു കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതാ മീനെല്ലാം ഐസെല്ലാം പോയി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ പൊരിക്കാനെടുത്ത്. എല്ലാം കൂടെ കറി വെച്ചാലും തീരില്ല. അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാം, കുറച്ച് കറി വയ്ക്കാം. അപ്പോൾ കറി തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. അങ്ങനെ കറി തിളയ്ക്കുന്നുണ്ട്. കറി തിളച്ചപ്പോൾ തന്നെ നല്ല മണം വരികയാണ്. ഉള്ളി മൂത്തതിൻ്റെയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം മൂത്തതല്ലേ. അപ്പോൾ അത് അരച്ചപ്പം അതിൻ്റെ ആ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ മീനിട്ട് കൊടുക്കാം. മീനെല്ലാം പറക്കിയിട്ട് എല്ലാവരും ഇത് ഈ കറി വെച്ച് നോക്കണേ. മസ്റ്റായിട്ട് എല്ലാവരും വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. അത്രയ്ക്ക് നല്ല രുചിയും ടേസ്റ്റുമാണ്. പുളിങ്കറിക്ക് പുളിങ്കറിയും തേങ്ങ അരച്ച കറിക്ക് തേങ്ങ അരച്ച കറിയും രണ്ടും കൂടെ ചേർന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇനി ഇത് കറി വറ്റി കഴിയുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും കടുകും എല്ലാം കൂടെ താളിച്ച് ഒഴിച്ചു കൊടുക്കണം. സൂപ്പർ കറിയാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം.
2 ദിവസം ഇരിക്കുകയാണെങ്കിൽ അടിപൊളി കറിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത് നമുക്ക് ചീര തോരൻ വയ്ക്കേ. എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. വേറെ എന്തെങ്കിലും പലഹാരങ്ങൾ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ എണ്ണ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ ഞാൻ സൺഫ്ലവറൊക്കെ ഉപയോഗിക്കാറ്. കൂടുതൽ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്. അപ്പം ചീര തോരൻ വയ്ക്കാം. ചീര അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചീരയ്ക്ക് കടുക് ഇടാറില്ല. എനിക്ക് കടുക് ചീരയിൽ ചേർക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചീര വെച്ച് കൊടുത്തു. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. ചീര ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പിടാം. ചീര ഒന്ന് വാടിയാൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചീര തോരൻ റെഡിയായി. ഞാൻ ചീര തോരൻ വയ്ക്കുമ്പം അടച്ച് വയ്ക്കില്ല. അടച്ച് വെച്ചാൽ അതിൻ്റെ നീരാവിയും കൂടെ ഈ ഇതിനകത്തോട്ട് വീണിട്ട് ഇല വെള്ളം കൊണ്ടൊരു കുഴഞ്ഞ രൂപത്തിലാവും. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചാണ് ചീര തോരൻ വയ്ക്കാറ്. അപ്പോൾ അത് നല്ല തുറാന്നാവും. നല്ല തുറുത്ത ചീര തോരൻ, വെള്ളമില്ലാത്ത. എല്ലാവരും അങ്ങനെ അടച്ച് വെച്ച് അങ്ങനെ വെള്ളം ഊറണമെങ്കിൽ അങ്ങനെ അടച്ച് വയ്ക്കരുത്. ഇതുപോലെ തുറന്ന് വെച്ച് ചീര തോരൻ വെച്ചാൽ അത് നല്ല സൂപ്പറാണ്. അപ്പം അങ്ങനെ ചീരത്തോരന് മാറി. അടുത്തത് നമുക്ക് മീൻ പൊരിക്കാം. മീൻ പൊരിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട്. മീൻ കറി അടുപ്പിരുന്ന് തിളയ്ക്കണം. നല്ല മണം വരുന്നുണ്ട്. മീൻ കറിയുടെ മണം പുളിയുടെയും ഉള്ളിയുടെയും എല്ലാം നല്ല സൂപ്പർ മീൻ കറിയാണ്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം, ഒന്ന് വറ്റട്ടെ. ഇതാ ഇനി അടുത്തത് മീൻ പൊരിക്കാം. മീൻ പൊരിക്കാൻ ഞാൻ സൺഫ്ലവറാണ് ഒഴിക്കുന്നത്. അങ്ങനെ വല്ല പൊരിക്കാൻ മാത്രമേ ഞാൻ സൺഫ്ലവർ ഒഴിക്കാറുള്ളൂ. അങ്ങനെ മീനെല്ലാം പറക്കി വെച്ചു. അതവിടെ ഇരുന്ന് വേവട്ട്. അങ്ങനെ മീൻ ഒരു സൈഡ് മറിച്ചിട്ട് അടുത്ത സൈഡ് വേവാണ്. നമ്മളെ കറി തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിണംപുളിയാണ് ഇട്ടേക്കുന്നത്. കുടംപുളി എന്നൊക്കെ പറയാം. ആ പുളിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ പിഴിപുളിയോ ഉള്ളെങ്കിൽ അതിട്ടാലും മതി. എനിക്കിപ്പോൾ ഈ പുളി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിട്ടതാണ്. ഏത് പുളി ഇട്ടാലും മതി. പക്ഷെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും വെച്ച് നോക്കണം. പിന്നെ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് താളിച്ചൊഴിക്കാം. താളിക്കാൻ കുഞ്ഞൊരു അപ്പച്ചട്ടിയാണ് ഞാൻ ഇങ്ങനെ താളിക്കാൻ വേണ്ടി കടുവറുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. തീ കത്തിച്ച് അങ്ങനെ തീ കത്തിച്ച് ഇത് വെള്ളം ഒന്ന് വറ്റിക്കൊട്ടു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടാവട്ടെ. അങ്ങനെ എണ്ണ ചൂടായി താളിക്കേണ്ട വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടു. കരിവേപ്പില എല്ലാം ഇട്ട് വെളുത്തുള്ളി ഇട്ട് വീഡിയോ കട്ടായിപ്പോയതാ. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. വീഡിയോ കട്ടായിപ്പോയത് ഇതൊക്കെ ഇട്ടത്. പിന്നെ വറ്റൽമുളക് ഇടുന്നത് ഞാൻ ഇത് മൂത്ത് വരുമ്പോൾ മാത്രമേ ഇടുള്ളൂ. ഈ വറ്റൽമുളകൊക്കെ അരിഞ്ഞു. എല്ലാ വീഡിയോയിലും വറ്റൽമുളക് മുമ്പേ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഞാൻ ഈ ഒരു പരുവാകുമ്പം ഇട്ട് കൊടുത്തു. മുളകിന് അത്ര വലിയ മൂപ്പില്ലല്ലോ. അപ്പോൾ മുളക് അങ്ങനെ ചുമന്ന് നല്ല മൂത്ത് വിടുക, അല്ലെങ്കിൽ ആ മുളക് ഇങ്ങനെ കരിഞ്ഞു പോകും. നല്ല മൂത്തിട്ടും നമുക്ക് ഓഫാക്കാം. കുറച്ച് നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സൂപ്പർ കറി, എല്ലാവരും വെച്ച് നോക്കണേ. സൂപ്പർ കറിയാണ്. നമുക്ക് മണം പോലെ അടച്ച് വയ്ക്കാം. അപ്പം മീൻ ഇവിടെ ഇരുന്ന് റെഡിയായിക്കൊണ്ടിരിക്കുക. അത് കരിയുണ്ടാകും, എന്ത് ഒന്ന് മൂത്ത് വന്നാൽ ചോറ് കുക്കറിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെയും ചോറെടുത്തില്ല. ചോറെടുക്കണം, ഊറ്റണം. അങ്ങനെ മീനും പൊരിച്ച് കഴിഞ്ഞു. അങ്ങനെ ചോറെടുത്ത് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്താ നല്ല സൂപ്പർ ചോറായി വരും. അത് തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ ചോറായി വരും. ഞാൻ ഒന്നും കൂടെ എടുത്ത് ചോറ് വെന്തിട്ടുണ്ടുണ്ട്. ഒന്നും കൂടെ എടുത്തൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ചില്ലെങ്കിൽ ഈ ചോറിൽ കുറച്ച് വെള്ളം പിടിച്ചായിരിക്കും നിൽക്കുന്നത്, വെള്ളം കുടിച്ചിരിക്കും. അപ്പം ഒന്ന് തിളപ്പിക്കുമ്പോൾ ആ വെള്ളമെല്ലാം പുറത്ത് വരും. അല്ലെങ്കിൽ ചോറ് നമ്മൾ ഊറ്റിയാലും ചിലപ്പോൾ ഒരു നനവ് പോലെ കാണും. ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് എടുത്ത് ഊറ്റി കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം മാറിക്കിട്ടും. ചോറ് തിളച്ച് ഇനി എടുത്ത് ഊറ്റിട്ട് ഇങ്ങനെ ചോറ് വാർത്തിട്ടു. ഇപ്പോൾ നമ്മളുടെ ഉച്ചയൂണ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചോറ്, ചീനി, ചീരത്തോരൻ, മീൻകറി, പൊരിച്ച മീൻ. ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സഹായിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.